നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സം ഹ്യൂമാനിസം ആൻഡ് ലോജിക് എന്ന പേപ്പറിലെ ബ്ലോക്ക് 2 അതിലെ യൂണിറ്റ് 1 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലോക്ക് 1-ലെ ക്വസ്റ്റ്യൻസും ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1 ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എ വെരി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ലോജിക് എന്നുള്ളതാണ്. ബ്ലോക്ക് 2 ഇൻട്രൊഡക്ഷൻ ടു ലോജിക് എന്നുള്ളതാണ് ബ്ലോക്കിന്റെ പേര്. അപ്പൊ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യനിലും ആൻസറിലേക്കും പോവാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടു ഇമ്പോർട്ടന്റ് ഫോംസ് ഓഫ് റീസണിംഗ് ഓർ ആർഗ്യുമെന്റ്സ്? യുക്തിയുടെ രണ്ട് പ്രധാന രൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ആൻസർ, ഡിറ്റക്റ്റീവ് ഇൻഡക്റ്റീവ് രീതികൾ. ഡിറ്റക്റ്റീവ് ഇൻഡക്റ്റീവ് രീതികൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്? ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്സിന്റെ പർപ്പസ് എന്താണ്? ആൻസർ, നമ്മൾ നിരീക്ഷിച്ച സംഭവങ്ങളിൽ നിന്നും രൂപപ്പെടുത്തുക, നിഗമനം ഉണ്ടാക്കുക. നമ്മൾ എന്താണ് നിരീക്ഷിച്ചത് അതാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്? ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റുകളുടെ പ്രക്രിയ എങ്ങനെയാണെന്നാണ്. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിരീക്ഷിച്ച സംഭവങ്ങളിൽ നിന്നും നിഗമനം രൂപപ്പെടുത്തുക. നമ്മൾ എന്താണോ നിരീക്ഷിച്ച് കണ്ടെത്തിയത് അതിന്റെ നിഗമനത്തിലേക്ക് എത്തുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ. Socrates is a human being, therefore Socrates is mortal. Is an example of inductive argument. True or false എന്നാണ് ചോദിക്കുന്നത്. അതായത് എല്ലാ മനുഷ്യരും മരണമുണ്ട്. സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതിനാൽ സോക്രട്ടീസിന് മരണമുണ്ട്. ഇത് ഒരു ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റുകളുടെ ഉദാഹരണമാണോ അല്ലയോ? എസ് ഓർ നോ ആണ്, ഫാൾസ് ഓർ ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ തെറ്റാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, റോ ഈസ് എ ഹ്യൂമൻ ആൻഡ് മോർട്ടൽ. മുഹമ്മദ് ഈസ് ഹ്യൂമൻ ആൻഡ് മോർട്ടൽ. രാജ് ഈസ് ഹ്യൂമൻ ആൻഡ് മോർട്ടൽ. Therefore, all humans are mortal is an example of inductive reasoning or argument. True or false? അതായത് റോയ് മനുഷ്യനും മരണമുള്ളവനുമാണ്, മുഹമ്മദും അതുപോലെ മനുഷ്യനും മരണമുള്ളവനുമാണ്, രാജനും മനുഷ്യനും മരണമുള്ളവനുമാണ്. അതിനാൽ എല്ലാ മനുഷ്യരും മരണമുണ്ടോ എന്നത് ഇൻഡക്റ്റീവ് എന്നുള്ള യുക്തിയുടെ വാദത്തിൽ അത് ആ ഒരു ഉദാഹരണം ശരിയാണോ തെറ്റാണോ എന്നാണ്. ശരിയാണ്. നെക്സ്റ്റ്, ഡിഡക്ഷൻ ഓർ ഇൻഡക്ഷൻ. വിച്ച് മെത്തേഡ് ഓഫ് ആർഗ്യുമെന്റ് സ്റ്റാർട്ട് വിത്ത് ജനറൽ പ്രിൻസിപ്പിൾസ്? അതായത് ഓൾ ഹ്യൂമൻസിന്റെ കേട്ടോ. ഡിഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ എന്നുള്ള ഈ ഒരു വാദ രീതി ഉണ്ടല്ലോ, അത് ഒരു പൊതു തത്വത്തിൽ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരിലും ആരംഭിക്കുന്നതാണോ എന്ന്. ആൻസർ ഡിഡക്ഷൻ. ഡിഡക്ഷൻ ആണോ ഇൻഡക്ഷൻ ആണോ എന്നാണ്. ഇത് ഡിഡക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡസ് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ഫ്രം? എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? അതൊരു പ്രത്യേക വസ്തുക്കളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. Next question, in a correct detective inference, if the premises are true, the conclusions necessarily follow with the certainty. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? അതായത് ശരിയായ ഡിഡക്ഷൻ എന്നുള്ളത് ഒരു അനുമാനത്തില് നമ്മുടെ പരിസരം നമ്മളുടെ ശരിയാണെങ്കിൽ നിഗമനം അനിവാര്യമായും നിശ്ചയമായും പിന്തുടരുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന്. കൺക്ലൂഷൻ എന്നുള്ളത് നെസസറിലി ഫോളോ വിത്ത് സർട്ടൻറ്റി. അത് ട്രൂ ഓർ ഫാൾസ്? അത് ട്രൂ ആണ്, ശരിയാണ് കേട്ടോ. നെക്സ്റ്റ്, ഇൻ ആൻ ഇൻഡക്റ്റീവ് ഇൻഫിയറൻസ് when all of its premises are true, the conclusion is reached with a probability. അത് ട്രൂ ഓർ ഫാൾസ്? ഒരു ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളൊരു അനുമാനത്തിൽ എത്താണ്, അതിന്റെ എല്ലാ പരിസരങ്ങളും ശരിയാണെങ്കിൽ പോലും പ്രൊബബിലിറ്റിയോടാണ് നമ്മൾ നിഗമനത്തിൽ എത്തുന്നത്. പ്രൊബബിലിറ്റിയോട് കൂടിയാണ്, എല്ലാം ശരിയാണെങ്കിലും പ്രൊബബിലിറ്റിയോട് കൂടിയാണ് നിഗമനത്തിൽ എത്തുന്നത് എന്നുള്ളത് ശരിയാണോ തെറ്റാണോ എന്നാണ്. അത് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു വി കൺസിഡർ ഡിഡക്ഷൻ ആസ് ഫോർമൽ ലോജിക്? എന്തുകൊണ്ടാണ് നാം ഡിഡക്ഷൻ എന്നുള്ളത് ഒരു ഫോർമൽ ലോജിക് ആയിട്ട് കണക്കാക്കുന്നത്? അതായത് ഡിഡക്ഷൻ പ്രധാനമായും ഒരു ഫോർമൽ ആയിട്ടുള്ള സാധ്യതയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡിഡക്ഷൻ എന്നുള്ളത് ഒരു ഫോർമൽ ലോജിക് ആയിട്ട് കണക്കാക്കുന്നത് കേട്ടോ. ഒരു ഫോമുകളും ഒരു ഫോർമൽ ആയിട്ടുള്ള സാധ്യതകളും മാത്രമാണ് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഡിഡക്ഷൻ എന്നുള്ളത് ഫോർമൽ ലോജിക്കായിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ എയിം ഓഫ് ഇൻഡക്ഷൻ? ഇൻഡക്ഷന്റെ എയിം എന്താണ്? എന്താണ് ഇൻഡക്ഷന്റെ ലക്ഷ്യം? ഭൗതിക യാഥാർത്ഥ്യം. ആൻസർ ഭൗതിക യാഥാർത്ഥ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 4 ടൈപ്സ് ഓഫ് ബേസിക് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ്? അതായത് 4 അടിസ്ഥാന വർഗീകരണത്തെ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ സാർവത്രിക സ്ഥിരീകരണം എന്നുള്ളതാണ്.
ഒന്നാമത്തത്. രണ്ടാമത്തത്, അതായത് ഇപ്പൊ എ എന്നുള്ളതാണെങ്കിൽ നിർദ്ദേശം എ ആണെങ്കിൽ അതിന്റെ എല്ലാം എസും എല്ലാം പിയുമായിരിക്കും. പ്രപ്പോസിഷൻസ് ആണ് പറയുന്നത്. രണ്ടാമത്തെ യൂണിവേഴ്സൽ നെഗറ്റീവ്, സാർവത്രിക സ്ഥിരീകരണം 1. രണ്ടാമത്തത് യൂണിവേഴ്സൽ നെഗറ്റീവ്, മറ്റത് മൂന്നാമത്തത് പ്രത്യേക സ്ഥിരീകരണം, 4 പ്രത്യേക നെഗറ്റീവ്. 4 എണ്ണമാണ് ഉള്ളത്. നിങ്ങൾ തരംതിരിക്കുമ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ബേസിക് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസിഷൻ നമുക്ക് 4 രീതിയിൽ 4 ടൈപ്സ് ആണ് ഉള്ളത്. ഒന്നുള്ളത് സാർവത്രിക സ്ഥിരീകരണം മൊത്തത്തിലുള്ളത്. രണ്ടാമത്തത് യൂണിവേഴ്സൽ നെഗറ്റീവ്, അതായത് മൊത്തത്തിലുള്ള നെഗറ്റീവ്. മറ്റൊന്ന് പ്രത്യേക സ്ഥിരീകരണം, നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സ്ഥിരീകരണം അല്ലേ, അത് 3. നാലാമത്തത് പ്രത്യേക നെഗറ്റീവ്, അതായത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള നെഗറ്റീവ്. ഇത് പിന്നെ 4ഉമാണ് നമ്മളുടെ പ്രൊപ്പോസിഷൻസിൽ വരുന്നത്, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒന്നാമത്തത് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇപ്പം എ എന്നുള്ളത് നിർദ്ദേശമാണെങ്കിൽ എല്ലാ എസും പി ആണ്. ഇനി യൂണിവേഴ്സൽ നെഗറ്റീവ് ഇ, പ്രൊപ്പോസിഷൻ ഇ എന്ന് പറയുമ്പോൾ അത് എസ് ഒന്നും പി ഇല്ല, അല്ലെങ്കിൽ പി അല്ല എന്നാണ്. എസ് ഒന്നും പി അല്ല. മറ്റത് പ്രത്യേകമായിട്ടുള്ളത്, അതായത് ഐ പ്രൊപ്പോസിഷൻ എ ഇ ഐ ഒ, അങ്ങനെ 4 എണ്ണാണ് കേട്ടോ. എ ഇ ഐ ഒ. അതില് എ വരുമ്പോ എല്ലാ എസും പി ആണ്, എല്ലാ എസും പി ആണ്. മറ്റത് യൂണിവേഴ്സൽ നെഗറ്റീവ് വരുമ്പോ എസ് ഒന്നും പി അല്ല എന്നുള്ളതും, അതായത് ഈ പ്രൊപ്പോസിഷൻ. ഇനി എ ഇ ഐ എന്ന് പറയുമ്പോൾ മൂന്നാമത്തത് ഐ പ്രൊപ്പോസിഷനിൽ വരുമ്പോൾ ചില എസുകള് പി ആണ്, ചിലത് മാത്രം. പ്രത്യേകം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അതെ. ഇനി പ്രത്യേക നെഗറ്റീവ് ഓ പ്രൊപ്പോസിഷൻ വരുമ്പോൾ ചില എസുകള് പി അല്ല. അപ്പൊ ശ്രദ്ധിക്കുക, നെഗറ്റീവ് വരുമ്പോൾ പിന്നെ ആ പറഞ്ഞ പോലെ പികള് ഉണ്ടാവില്ല, പി അല്ല എന്നും ചില എസുകൾ ഉണ്ടാവും എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പം 4 എണ്ണം ഉണ്ട്, എ ഇ ഐ ഒ. അപ്പൊ അതില് നമ്മൾ ഏതാന്നുള്ളത് കൃത്യമായി എഴുതുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി ഇത്രയുമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്ക് മറ്റു ചില ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കാം. അതിന്റെ ആൻസർ വളരെ പിന്നെ വലുതാണ്, നിങ്ങൾക്ക് അറിയാലോ. എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതായതുകൊണ്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഡിഡക്റ്റീവ് റീസണിംഗ്, ഇൻഡക്റ്റീവ് റീസണിംഗ് ആൻഡ് അഡക്റ്റീവ് റീസണിംഗ്. ഡിസ്കസ് ദെയർ ഡിഫറൻസ്, സ്ട്രെങ്ത് ആൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ വേരിയസ് ഫീൽഡ്, പ്രൊവൈഡിംഗ് റിലവന്റ് എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് സഹിതം എഴുതേണ്ടതാണ്. എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ എന്താണ് ഡിഡക്റ്റീവ് റീസണിംഗ് എഴുതണം, ഇൻഡക്റ്റീവ് റീസണിംഗ് എന്താണെന്ന് എഴുതണം, പിന്നെ അബ്ജക്റ്റീവ് റീസണിംഗ് എന്താണെന്നുള്ളത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ അതിന്റെ ഡിഫറൻസും സ്ട്രെങ്ത് ആൻഡ് ആപ്ലിക്കേഷൻ ഇൻ വേരിയസ് ഫീൽഡ്, ഏതൊക്കെ മേഖലകളിൽ അവയുടെ പിന്നെ ഉണ്ടെന്നുള്ളതൊക്കെ വ്യത്യാസങ്ങൾ എഴുതുക. പിന്നെ അതിന്റെ പ്രയോഗങ്ങൾ എന്നിവയൊക്കെ എഴുതുക. വിത്ത് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പൊ ഓരോന്നും എന്താണെന്നുള്ളത് എഴുതുക. അതിന്റെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾ സഹിതം നിങ്ങൾ എഴുതുക. അപ്പൊ ഓരോന്നും എന്താണെന്നുള്ള മീനിങ്ങും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതുക. ഈ 4ഉം കൂടി എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു എസ്സേക്കുള്ള പോയിന്റ്സ് കിട്ടും കേട്ടോ. അതാണ് ഒരു പിന്നെ എസ്സേ ക്വസ്റ്റ്യൻ. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഡിസ്കസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രഡീഷണൽ ലോജിക് ആൻഡ് സിംബോളിക് ലോജിക്. Highlight their key difference and advantages of symbolic logic in achieving clarity and precision in logic analysis. അതും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളെ പരമ്പരാഗത ലോജിക്കുകളും സിംബോളിക് ലോജിക്കും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്താണെന്നുള്ളത് എഴുതണം. അതിന്റെ വ്യത്യാസങ്ങൾ ലോജിക്കൽ വിശകലനത്തിൽ വ്യക്തതയും കൃത്യതയും കൈവരിക്കുന്നതിൽ സിംബോളിക് ലോജിക്കിന്റെ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടുക. അതായത് സിംബോളിക് ലോജിക് ഹൈലൈറ്റ് ചെയ്യുക. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കീ ഡിഫറൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ്, സിംബോളിക് ലോജിക്കിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ ഉള്ളത് ഹൈലൈറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അതായത് പരമ്പരാഗത ലോജിക്കും നമ്മുടെ സിംബോളിക് ലോജിക്കും തമ്മിലുള്ള മെയിൻ പിന്നെ യുക്തിപരമായുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഡിഫറൻസ്, അതെല്ലാം വിശദീകരിച്ച് എഴുതുക. അതുപോലെ തന്നെ മറുവശത്ത് അത് ഹൈലൈറ്റ് ചെയ്യാതെ ഈ ഡിഫറൻസും അതിന്റെ അഡ്വാൻറ്റേജസും സിംബോളിക് ലോജിക്കിന്റെ അതും എങ്ങനെയാണ് എന്നുള്ളതും ലോജിക്കലി അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. എസ്സേ ക്വസ്റ്റ്യൻ, അപ്പം 10 മാർക്കിന്റെ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് എഴുതുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണല്ലോ നമുക്ക് ആൻസർ മാത്രം പറയാതെ വിടുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നൽകാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് പറയണം കേട്ടോ.
ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊപ്പോസിഷൻ ആൻഡ് ദ റോൾ ഇൻ കൺസ്ട്രക്ടിങ് ആർഗ്യുമെന്റ്സ്. അതായത് നമ്മളൊരു ആർഗ്യുമെന്റിൽ വരുമ്പോൾ അതിൽ നമ്മുടെ ഈ പ്രൊപ്പോസിഷൻസിന്റെയും വാക്യങ്ങളുടെയും വാദങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ അതിന്റെ പങ്ക് എന്താണ് എന്നാണ്. അതായത് എന്താണോ അത്, ന്യായവാദത്തിന്റെ നിർമ്മാണങ്ങളും ബ്ലോക്കുകളൊക്കെ നമ്മൾ പഠിച്ചല്ലോ, അതെന്തൊക്കെയാണെന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ 2 മാർക്സിനൊക്കെ എക്സ്പെക്ട് ചെയ്യാം. വളരെ ചെറിയ പോയിന്റ്സുകളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ലോജിക് ഫ്രം അരിസ്റ്റോട്ടിൽ ടു ദ മോഡേൺ സിംബോളിക് ലോജിക്. അരിസ്റ്റോട്ടിലിന്റെ തർക്കശാസ്ത്രം ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മുടെ ആധുനിക സിംബോളിക് ആയിട്ടുള്ള തർക്കശാസ്ത്രത്തേക്കുള്ള വികാസം, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അതിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് അതും 2 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത്രയും എഴുതാനുള്ളതേ ഉണ്ടാവുള്ളൂ അതിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിക് ഇൻ ഇന്ത്യൻ ട്രഡീഷൻ വിത്ത് റെഫറൻസ് ടു ദ ന്യായ സ്കൂൾ. ന്യായ ചിന്താധാരയെ നമ്മൾ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യത്തിലെ, ഇന്ത്യൻ ട്രഡീഷന്റെ തർക്കശാസ്ത്രത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന് വിശദീകരിക്കുക. അതും നമുക്ക് 2 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്ത്യൻ പാരമ്പര്യ തർക്കശാസ്ത്രത്തിന് നൽകിയ ഇന്ത്യൻ തത്വചിന്തയുടെ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ദർശനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്, നമ്മുടെ സംസ്കാരം, അതുപോലെ നിയമം അല്ലെങ്കിൽ നീതി, അതിനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്നല്ലോ, എന്തൊക്കെയാണ് ഡിഡക്റ്റീവും ഇൻഡക്റ്റീവിന്റെയും ഡിഫറൻസ്. ഇത് നമുക്ക് 2 തവണ വന്നിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊന്ന് ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവും തമ്മിലുള്ള അതിന്റെ മീനിങ്ങും അതിന്റെ ഡിഫറൻസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ആയിട്ടും മീൻസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടും എസ്സേയിലും ഉൾപ്പെടുത്താനുള്ളത് ഉണ്ടാവും. പിന്നെ അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ഇത് 2 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മറ്റൊരു 2 മാർക്കിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 4 ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ AEIOU, അത് ഒന്ന് പിന്നെ ഏതാണെന്നുള്ളത് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് വാലിഡിറ്റി. സത്യവും സാധുതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതും 2 മാർക്കിനെ എക്സ്പെക്ട് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റിലവൻസ് ഓഫ് സ്റ്റഡിയിങ് ലോജിക്. എന്താണ് തർക്കശാസ്ത്രം പഠിക്കുന്നതിന്റെ റെലവൻസ്, പ്രസക്തി എന്താണെന്നുള്ളത്. ഓക്കെ, അതും 2 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇത്രയുമാണ് നമ്മൾ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1-ലുള്ള ക്വസ്റ്റ്യൻസും ആൻസറുകളും. അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ ആ യൂണിറ്റ് ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെയും ആൻസറുകളുടെയും കൂടെ. അപ്പൊ എസ്സേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ പറഞ്ഞ എസ്സേ ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചാൽ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ വ്യക്തമായിട്ട് പഠിച്ചു പോവുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.